സിനിമകളിലെ സ്പൈ ത്രില്ലർ കഥകളെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള വൻ ചരടുവലികളാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പലപ്പോഴും നടക്കുന്നത്. നമ്മൾ കാണുന്നതിനേക്കാൾ എത്രയോ ഭയങ്കരമാണ് അണിയറയിൽ നടക്കുന്ന സംഭവങ്ങൾ. ഇപ്പോൾ ഇതാ ആഗോളതലത്തിൽ വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡിൽ വെച്ച് നടന്ന അതീവ രഹസ്യമായ ഒരു ഇന്റർനാഷണൽ സമാധാന ചർച്ചയ്ക്കിടയിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ വധിക്കാൻ ഇസ്രായേലിന്റെ വിഖ്യാത ചാരസംഘടനയായ മൊസാദ് വൻ പദ്ധതിയിട്ടിരുന്നു. കേൾക്കുമ്പോൾ തന്നെ ഞെട്ടൽ തോന്നുന്നുണ്ടാകാം അല്ലെ? ലോക പ്രശസ്ത ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റും ബ്രസീലിയൻ ജേർണലിസ്റ്റുമായ പെപ്പെ എസ്കോബാറാണ് ഈ ഒരു കർട്ടൻ റേസർ വെളിപ്പെടുത്തൽ നടത്തിയത്. മിഡിൽ ഈസ്റ്റിലെയും സൗത്ത് ഏഷ്യയിലെയും സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്ന ഈ വാർത്തയുടെ യാഥാർത്ഥ്യം എന്താണ്? ഇതിന് പിന്നിലെ സത്യം എന്താണ്? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. സംഭവത്തിന്റെ തുടക്കം എക്സ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനായ മാരിയോ നൌഫൽ നയിച്ച ഒരു ലൈവ് പോഡ്കാസ്റ്റ് ചർച്ചയ്ക്കിടയിലാണ് പെപ്പെ എസ്കോബാർ ഈ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. കാര്യം എന്താണ് എന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത ശത്രുതയ്ക്ക് പരിഹാരം കാണാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഒരു സമാധാന ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ് ഇസ്ലാമാബാദ് ധാരണാപത്രം. ഈ ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് സ്വിറ്റ്സർലാൻഡിലെ ബെർഗൻസ്റ്റോക്കിൽ ഒരു ഉന്നതതല യോഗം ചേർന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി തുടങ്ങിയ വമ്പൻ നേതാക്കളാണ് ഈ നിർണായക മീറ്റിംഗിൽ പങ്കെടുത്തത്. പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി ജനറൽ അസീം മുനീറും എത്തി. ഈ സന്ദർശനത്തിനിടെ അസീം മുനീറിനെയും കൂടെയുള്ള ഹൈ ലെവൽ പാക് പ്രതിനിധി സംഘത്തെയും വധിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നേരിട്ട് ഉത്തരവിട്ടതനുസരിച്ച് മൊസാദ് പ്ലാൻ തയ്യാറാക്കിയെന്നാണ് എസ്കോബാർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. പക്ഷേ മൊസാദിന്റെ കളി പാകിസ്ഥാൻ മിലിറ്ററി ഇന്റലിജൻസ് മുൻകൂട്ടി മണത്തറിഞ്ഞു എന്നാണ് എസ്കോബാർ പറയുന്നത്. പാകിസ്ഥാന്റെ ഇന്റലിജൻസ് വിംഗ് ഈ വധശ്രമ ഗൂഢാലോചനയെക്കുറിച്ചുള്ള അതീവ രഹസ്യ വിവരങ്ങൾ കൃത്യമായി ചോർത്തിയെടുത്തു. തുടർന്ന് അവർ വെറുതെ ഇരുന്നില്ല. ചാരസംഘടനയുടെ നീക്കങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചയുടൻ പാകിസ്ഥാൻ തങ്ങളുടെ പരമ്പരാഗത നയതന്ത്ര മധ്യസ്ഥരായ ഒമാൻ വഴി ഇസ്രായേലിന് നേരിട്ടൊരു സ്ട്രോങ് വാർണിംഗ് നൽകി. സന്ദേശം ഇതായിരുന്നു: ഞങ്ങളുടെ പ്രതിനിധി സംഘത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായാൽ ഇസ്രായേലിനെ ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടച്ചു നീക്കും. ആണവായുധ ശേഷിയുള്ള ലോകത്തിലെ ഏക മുസ്ലിം രാജ്യമായ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ കടുത്ത ഭീഷണിക്ക് മുന്നിൽ ഒടുവിൽ മൊസാദിന് തങ്ങളുടെ ഓപ്പറേഷൻ വേണ്ട എന്ന് വെക്കേണ്ടി വന്നു എന്നാണ് എസ്കോബാർ തന്റെ ഉന്നത സുരക്ഷാ ഉറവിടങ്ങളെ ഉദ്ധരിച്ച് വെളിപ്പെടുത്തിയത്. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ജിയോ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യേണ്ടത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷം ലഘൂകരിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ഈ സമാധാന ശ്രമങ്ങളിൽ ഇസ്രായേലിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാക് സൈനിക മേധാവി അസീം മുനീറും തമ്മിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഈ ചർച്ചകളിൽ വലിയൊരു ഘടകമായിരുന്നു. ഇതിനു മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ അതിർത്തി സംഘർഷങ്ങളിൽ ട്രംപ് മധ്യസ്ഥത വഹിച്ചതു മുതൽ അസീം മുനീറിന് വാഷിംഗ്ടണിൽ നല്ല സ്വാധീനമുണ്ട്. അതേസമയം തന്നെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് IRGC നേതാക്കളുമായും ഇറാൻ ഭരണകൂടവുമായും വർഷങ്ങളായിട്ടുള്ള വ്യക്തിബന്ധം അസീം മുനീറിനുണ്ട്. അതായത് ഖത്തറും ഒമാനും പോലെയുള്ള പരമ്പരാഗത മധ്യസ്ഥർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇരുപക്ഷത്തിനും ഒരേപോലെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പവർ ഹൗസായി പാകിസ്ഥാൻ മാറുകയായിരുന്നു. ഈ സമാധാന കരാറിലൂടെ ഇറാൻ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശക്തരാകുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് ഇസ്രായേൽ ഭയന്നിരിക്കാം. ഈ ഒരു നിഗമനത്തിലേക്കാണ് എസ്കോബാറിന്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. പെപ്പയുടെ ഈ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ ഒരു കാട്ടുതീ പോലെ പടർന്നു. പ്രതികരണവുമായി പാകിസ്ഥാനിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും രംഗത്തെത്തി. എന്നാൽ എസ്കോബാറിന്റെ ഈ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകൾ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ഇസ്ലാമാബാദ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രമുഖ പാക് മാധ്യമ പ്രവർത്തകനായ സയ്യദ് തലത് ഹുസൈൻ ഉൾപ്പെടെയുള്ളവർ ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ് എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നു. പാകിസ്ഥാനിലെ പ്രമുഖ വാർത്താ ചാനലായ ARY ന്യൂസിന്റെ ചെയർമാൻ കാമ്രാൻ ഖാൻ ഒരു മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വ്യക്തമാക്കിയത് ഈ ആരോപണം വെറും ഒരു സങ്കല്പ കഥ മാത്രമാണ് എന്നാണ്. സ്വിറ്റ്സർലാൻഡിലെ ലൂസൈനിലും ബെർഗൻസ്റ്റോക്കിലും പാക് പ്രധാനമന്ത്രിയുടെയും സൈനിക മേധാവിയുടെയും സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായും കുറ്റമറ്റതായിരുന്നുവെന്നും അതുപോലെ യാതൊരുവിധ സുരക്ഷാ മുന്നറിയിപ്പുകളും ആ സമയത്ത് സ്വിസ് അധികൃതരോ അല്ലെങ്കിൽ അമേരിക്കൻ സുരക്ഷാ സംഘങ്ങളോ നൽകിയിട്ടില്ല എന്നും പാകിസ്ഥാൻ ഔദ്യോഗികമായി വ്യക്തമാക്കി. ഇത് വെറും ഒരു ദുരുദ്ദേശപരമായ പ്രചാരണം മാത്രമാണ് എന്നാണ് ഇസ്ലാമാബാദിന്റെ നിലപാട്. നമുക്കറിയാം, അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെ ഒരു രാജ്യമായി പാകിസ്ഥാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ചരിത്രപരമായിട്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത ശത്രുത നിലനിൽക്കുന്നുണ്ട്. അടുത്തിടെയായിട്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇസ്രായേലിന്റെ മിഡിൽ ഈസ്റ്റിലെ സൈനിക നടപടികളെ പരസ്യമായിട്ട് കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഇസ്രായേൽ മാനവികതയ്ക്ക് ശാപമാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പാക് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഒരു നിഷ്പക്ഷ മധ്യസ്ഥനാകാൻ പാകിസ്ഥാന് എങ്ങനെ സാധിക്കുമെന്ന ചോദ്യം ഇസ്രായേലും ഉയർത്തിയിരുന്നു.
ഈ നയതന്ത്ര അസ്വാരസ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പെപ്പെ എസ്കോബാറിന്റെ വാക്കുകൾക്ക് ഇത്രയധികം ആഗോള ശ്രദ്ധ ലഭിച്ചത്. എങ്കിലും സ്വിറ്റ്സർലാൻഡ് സർക്കാരോ ഇസ്രായേലോ അമേരിക്കയോ ഈ വിഷയത്തിൽ ഔദ്യോഗികമായിട്ട് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നത് ഈ അവകാശവാദങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് മേൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട്. ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരം അവിശ്വസനീയമായ റൂമേഴ്സും ഇൻഫർമേഷൻസും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം പ്രചരിക്കുന്നത് പതിവാണ്. ജിയോ പൊളിറ്റിക്സിലെ യഥാർത്ഥ ചരടുവലികളും കപട പ്രചാരണങ്ങളും വേർതിരിച്ചറിയുക എന്നത് പൊതുജനങ്ങൾക്ക് പലപ്പോഴും പ്രയാസകരമായ കാര്യമാണ്. അസീം മുനീറിനെതിരെയുള്ള വധശ്രമ കഥ യാഥാർത്ഥ്യമാണോ അതോ മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളെ അട്ടിമറിക്കാൻ രൂപപ്പെടുത്തിയ ഒരു കപട വാർത്താ തന്ത്രമാണോ എന്നത് ഇപ്പോഴും ദുരൂഹമായിട്ട് തുടരുകയാണ്. എന്തായാലും ഔദ്യോഗികമായ തെളിവുകളുടെ അഭാവത്തിൽ ഇതൊരു വലിയ ആഗോള രാഷ്ട്രീയ വിവാദമായി നിലനിൽക്കുമ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളിൽ പാകിസ്ഥാൻ കൈവരിച്ച തന്ത്രപരമായ മേധാവിത്വത്തെ അടിവരയിടുന്നതാണ് ഈ ചർച്ചകളെല്ലാം. ലോകശക്തികൾ തമ്മിലുള്ള സങ്കീർണമായ ബന്ധങ്ങൾ വരും ദിവസങ്ങളിൽ ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.